WCCയുടെ പ്രവർത്തകരായ ദിതി ദാമോദരൻ സംഗീതമൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് കോൺക്ലേവ്? എത്രത്തോളം WCC ഉന്നയിച്ച കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്? ഇത് പലതവണ ആവർത്തിച്ച് കേട്ടത് WCC ആദ്യം CM-നെ പോയി കാണുന്നു, തുടർന്ന് പഠന റിപ്പോർട്ട് ഉണ്ടാക്കപ്പെടുന്നു, അതിനെ തുടർന്നാണ് ഇത് വരുന്നതെന്നാണ്. എൻ്റെ ഇടയ്ക്ക് ശ്രീകുമാരൻ തമ്പി സാർ ചോദിക്കുകയും ചെയ്തു. ശ്രീകുമാരൻ തമ്പി സാർ ചോദിച്ചത് സകല മീഡിയയും എല്ലാ നാട്ടുകാരും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചു, അത് വരുന്നതായിരുന്നു വലിയ കാര്യം, അത് വന്നു എന്നിട്ടൊന്നും സംഭവിച്ചില്ല എന്നുള്ള മട്ടിൽ. അതിന് കൃത്യമായിട്ട് ആപ്റ്റായിട്ടും മിനിസ്റ്റർ മറുപടിയും പറഞ്ഞു. അതിൻ്റെ ഉത്തരമാണ് ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞു. അപ്പം ഒരു WCC മെമ്പർ എന്നുള്ള നിലയ്ക്ക് എല്ലാ നിലയ്ക്കും നമ്മൾക്കൊക്കെ വളരെ അഭിമാനമുള്ള ഒരു മൊമെൻ്റാണ്. കാരണം അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ പറ്റുക, സ്ത്രീകളായിരിക്കും ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. പിന്നെ നമ്മൾ വീണ്ടും ആവർത്തിച്ച് ഞാൻ ഇന്ന് ഓപ്പൺ ഫോറമാണ് എനിക്ക് അതിനകത്ത് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായിട്ട് തോന്നിയ ഒരു ഇത് എല്ലാവർക്കും വോയിസ് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു സെഷൻസുകൾ സംഗീതയ്ക്ക് സെഷൻസിലുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന ഓപ്പൺ ഫോറങ്ങളുണ്ടായിരുന്നു. മറ്റേതിൻ്റെ പരിമിതി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ പരിമിതി മുഴുവനും മറികടന്നുകൊണ്ടാണ് എല്ലാവർക്കും ഓപ്പൺ ഫോറത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റി. ഏറെക്കുറെ ചോദ്യങ്ങൾക്കൊക്കെ മിനിസ്റ്റർ സീരിയസ് ആയിട്ട് അതിനുള്ള മറുപടി കുറിക്കുന്നതായിട്ടും അതിന് ഏകദേശം എല്ലാത്തിനും ഉത്തരം റെസ്പോൺസായിട്ടെങ്കിലും, സൊല്യൂഷൻ എന്നല്ല റെസ്പോൺസായിട്ടെങ്കിലും എല്ലാം മറുപടി പ്രസംഗം മുഴുവൻ കഴിയുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തതിനായിരുന്നു. എല്ലാം കേട്ടു. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പരിഹസിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യം, ഇത് ഒരു WCC ഉന്നയിക്കുമ്പോൾ ഒരു സ്ത്രീകളുടെ മാത്രം എന്തോ ഒരു പ്രശ്നം എന്ന മട്ടിൽ പരമ്പരാഗത ആൺവാദമുള്ള ആൾക്കാർ, അങ്ങനെ സ്വയം തിരിച്ചറിയുന്ന തരം ആൾക്കാർക്ക് ഉണ്ടായ അസ്വസ്ഥത, വളരെ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതയ്ക്ക് ഉള്ള ഒരു മറുപടി, അവർക്കൊരു ഓർമ്മപ്പെടുത്തൽ വേണം എന്ന് വെച്ചിട്ട് ഞാൻ ഓപ്പൺ ഫോറത്തിൽ പറഞ്ഞിരുന്നു. അതായത് കൃത്യമായിട്ട് കോടതി ഒരു പരാമർശം നടത്തിയിരുന്നത് കോൺക്ലേവ് കഴിഞ്ഞ് ഈ ഫിലിം പോളിസി വരുമ്പം അതിനൊരു ഫെമിനിസ്റ്റ് എന്നാണ് വാക്ക് ഉപയോഗിച്ചത്. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കണമെന്നാണ്. അത് നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം ആ പേർപ്പസിന് വേണ്ടിയാണ് ഇത് മുഴുവൻ ഉണ്ടാക്കപ്പെട്ടതെന്ന് മറന്നുകൊണ്ടാണ് നമ്മളിപ്പം പോളിസിയിലെത്തുമ്പോഴേക്കും അതിൻ്റെ തുടക്കം കുറിക്കുന്നത് സ്ത്രീക്ക് വുമൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം സിനിമ എന്നുള്ളതാണ്. അത് തന്നെയാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഇതിൻ്റെ പോളിസിയുടെ കരടിൽ തന്നെ തുടക്കത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയാൻ കർശന നിയമം വേണമെന്ന ഒരു ശുപാർശയാണുള്ളത്. അങ്ങനെയാണ് തുടങ്ങുന്നത് പോളിസി. അപ്പോൾ അതൊരു പ്രതീക്ഷയേകുന്നതാണ്. അതിലിപ്പം മിനിസ്റ്റർ ആവർത്തിച്ച് പറഞ്ഞ ഒരു വാക്കാണ്, ഒരു പ്രോമിസാണ്, ഐഡൻറ്റിറ്റി കാർഡ് എത്ര പ്രധാനമാണ്. അത് WCC സീരിയസ് ആയിട്ട് മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ്. WCC വെച്ചിരുന്ന CCC എന്ന് പറയുന്ന സിനിമ കോഡ് ഓഫ് കോണ്ടാക്റ്റിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയുന്നതും ഇതൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞത് മുഴുവൻ ഇവിടുത്തെ ആൾക്കാർ അവരുടെ പരാതികളായിട്ട് ബോധിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ പ്രസക്തമാണ് എന്നും അതിന് ഈ വാക്കാലുള്ളതല്ല, അത് കൃത്യമായിട്ട് മെറ്റീരിയലൈസ് ചെയ്ത് കാണും എന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിലയിടങ്ങളിലെങ്കിലും WCC ആണ് സിനിമ എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിനുള്ള ഒരു വിമർശനം എന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റ് ഞങ്ങളുമുണ്ട്, ഞങ്ങളെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഉയർന്നല്ലോ. എങ്ങനെയാണ് കാണുന്നത്? അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻസ് ഉണ്ടാവാൻ ഉള്ളൊരു റീസൺ, ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ കളക്റ്റീവ് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. കളക്റ്റീവിൽ 2017 മുതൽ ഒരു വോളണ്ടിയർ എന്നുള്ള രീതിയിൽ കൂടെ നിന്ന് പിന്നെ ഒഫീഷ്യൽ മെമ്പർഷിപ്പ് എടുത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം പേഴ്സണലി കിട്ടിയത് ഇപ്പോൾ സിനിമ കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് പറഞ്ഞൊരു പബ്ലിക് ഡോക്യുമെൻറ്റ് WCCയുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. അതിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഇൻ്റർവെൻഷൻ പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ബിഹേവിയർ ആയിട്ടുള്ള ഇഷ്യൂസ്, സ്ട്രക്ചറൽ ആയിട്ടുള്ള ഇഷ്യൂസ്, ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഇഷ്യൂസ്, അതിലിപ്പോൾ ID കാർഡ്സ്, കോൺട്രാക്ട്സ് മുതൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു 90% ഇവിടെ ആളുകൾ മെൻഷൻ ചെയ്തു. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് കുറച്ച് പേര് വാട്സാപ്പ് ഗ്രൂപ്പിലിരുന്ന് സംസാരിക്കുന്നു എന്നുള്ള കളിയാക്കപ്പെടലിനപ്പുറം ഇന്ന് WCC ആസ് എ കളക്റ്റീവിന് ആ ഒരു ഞങ്ങളുടെ ടാഗ്ലൈൻ പറയുന്ന ഒരു ഈക്വൽ സ്പേസസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ ആവാൻ സാധിച്ചതിൽ ഓൾ ഓഫ് us ഐ ഫീൽ റിയലി ഓണർ ടു ബി പാർട്ട് ഓഫ് സംതിങ് ലൈക്ക് ദാറ്റ്. ബിക്കോസ് മേ ബി ഞങ്ങൾ ഈ ഒരു ജനറേഷൻ ആയിരിക്കില്ല, ഇപ്പോൾ ഇവരുടെ ജനറേഷനെ നമ്മൾ കണ്ട് ഇവർ എഫേർട്ട് എടുത്തതിൻ്റെ ഒരുപാട് റിസൾട്ട്സ് ഇന്ന് ഞങ്ങൾക്കുണ്ട്, പറയാനൊരു സ്പേസ് കിട്ടുന്നുണ്ട്. മേ ബി ഒരു 4-5 തലമുറ കഴിയുമ്പോഴായിരിക്കും
ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഒരു പൂർണ്ണതയിൽ എത്തുന്നത്. ഇപ്പം മലയാള സിനിമ 100 വർഷം പൂർത്തിയാക്കുന്ന ആ ഒരു സമയം എത്തുമ്പോഴേക്കും ഈ ഒരു കോൺക്ലേവിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ വി ആർ ഓൾ കീൻലി ലുക്കിംഗ് ഫോർവേഡ് ടു സീ ദ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയായിരിക്കും ഇതിൻ്റെ എന്നുള്ളത്. പക്ഷേ ഈ ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ സംതൃപ്തരായിട്ടാണ് മടക്കം. പ്രതീക്ഷയുണ്ട്, ഒരു വെളിച്ചം എവിടേക്കോ കാണുന്നുണ്ട് റോഷി. അതന്നെയാണ്. അതായത് നമ്മൾ റേസ് ചെയ്ത ചോദ്യങ്ങൾ മുഴുവൻ വീണ്ടും ആവർത്തിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ പ്രസക്തമായിരുന്നു എന്ന് തന്നെയാണല്ലോ. ഇനി വേണ്ടത് പരിഹാരമാണ്. അത് എപ്പോൾ നടക്കും എന്ന് പ്രതീക്ഷയോടെ തന്നെയാണ് പോകുന്നത്. താങ്ക് യു.